കേരള സർവകലാശാലയിൽ മുന്നറിയിപ്പില്ലാതെ അക്കാഡമിക് കൗൺസിൽ റദ്ദാക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. രാവിലെ 10 മണിക്ക് ആരംഭിക്കേണ്ട കൗൺസിൽ യോഗം VC റദ്ദാക്കിയത് 9:25-ന്. 90% അംഗങ്ങളും എത്തിയെങ്കിലും കാരണം വ്യക്തമാക്കാതെയാണ് VCയുടെ നടപടി. നേരത്തെ തീരുമാനിച്ചതാണ് കേരള സർവകലാശാലയിലെ അക്കാദമിക് കൗൺസിൽ യോഗം. 4 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക്, പ്രവേശനം തുടങ്ങിയ നിർണായക തീരുമാനങ്ങളായിരുന്നു അക്കാദമിക് കൗൺസിൽ കൈക്കൊള്ളേണ്ടത്. സിൻഡിക്കേറ്റ് അംഗങ്ങളും അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളും അക്കാദമിക് വിദഗ്ധരും അടങ്ങുന്നതാണ് അക്കാദമിക് കൗൺസിൽ. 110 അംഗങ്ങളുള്ള കൗൺസിൽ യോഗത്തിലേക്ക് 90% പേരും രാവിലെ തന്നെ എത്തി. രാവിലെ 10 മണിക്ക് യോഗം ആരംഭിക്കാനിരിക്കെയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ 9:25-ന് VC മോഹനൻ കുന്നുമ്മൽ യോഗം റദ്ദാക്കിയുള്ള ഉത്തരവിറക്കിയത്. VCയുടെ അസാധാരണ നടപടിക്കെതിരെ അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ സർവകലാശാലയിൽ പ്രതിഷേധിച്ചു. ഈ യോഗത്തിന്റെ അറിയിപ്പ് കൊടുത്തത് നിയമവിരുദ്ധമായി ഈ സർവകലാശാലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രജിസ്ട്രാർ ഇൻ ചാർജാണ് എന്ന് VC ഇറക്കിയ ഒരു ഉത്തരവും പ്രകാരമുള്ള രജിസ്ട്രാർ ഇൻ ചാർജാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർവകലാശാല സമൂഹത്തിൻ്റെ ആകെ പൊതു താല്പര്യം മുൻനിർത്തി ഈ അക്കാദമിക് കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തി. അവരാണ് ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കൗൺസിൽ യോഗം ചേരുന്ന വിവരം രജിസ്ട്രാർ KS അനിൽകുമാറിനെ അറിയിക്കാത്തതിലും വിഭജന ഭീതി ദിനാചരണം നടത്താനുള്ള നിർദ്ദേശത്തിനുമെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് VC കൗൺസിൽ യോഗം റദ്ദാക്കിയതെന്നാണ് വിവരം. വീട്ടിലിരുന്ന് കൗൺസിൽ യോഗം റദ്ദാക്കിയ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിൽ എത്തിയതുമില്ല. മീഡിയ 1 തിരുവനന്തപുരം.